ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പവർ എന്താണെന്ന്, അങ്ങനെയൊരു നേതാവിൻ്റെ ആവശ്യകത എന്താണെന്ന് ഓരോ കോൺഗ്രസ്സുകാരനും ആവർത്തിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകന് വേണ്ടി, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി ഇടപെട്ട് ഇലക്ഷൻ കമ്മീഷനെ പോലും ഞെട്ടിക്കുന്ന, വിറപ്പിക്കുന്ന, BJP-ക്കാരെ അടിച്ച് മൂലക്കിരുത്തുന്ന ഒരു ദൃശ്യം കണ്ടു തിരിച്ചു വരാം. അയോഗ്യതകളും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതിനകത്തെ ക്ലോസ് നമ്പർ 30 ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകുവാനുള്ള കുടിശ്ശികയിലേക്ക് എഴുതാൻ കഴിയില്ല. ബാങ്കുകൾ KFC, KSFE മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക റവന്യൂ റിക്കവറി വഴിയാണ് നടത്തുന്നതെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല. അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് നേതൃത്വമുള്ള KSFE-യിലെ നമ്മുടെ ലയബിലിറ്റി പോലും, ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല. ഇനി വക്കീല് വേറെ ഏതെങ്കിലുമൊക്കെ ചട്ടം പറയുന്നുണ്ടെങ്കിൽ, ആ നിയമം പറയുന്നുണ്ടെങ്കിൽ, ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ്. നിങ്ങൾ ജഡ്ജിമാരല്ല, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ്. വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേ ചെയ്യാം. ഇത് സംഭവിച്ചത് പാലക്കാടാണ്. പാലക്കാട് നഗരസഭയിലെ 41-ാം വാർഡിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പേര് വിപിൻ എന്നാണ്. വിപിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ BJP-ക്കാർ ഒരു വലിയ പ്രശ്നവുമായി വന്നു. ആ BJP നേതാവിൻ്റെ പേര് BJP സംസ്ഥാന ട്രഷറർ കൃഷ്ണകുമാർ എന്നാണ്. അദ്ദേഹവും BJP പരിവാരങ്ങളുമൊക്കെ വന്നിട്ട് പറയുകയാണ്, വിപിനെ മത്സരിപ്പിക്കാൻ പറ്റില്ല, അയാളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുത്, കുറച്ച് പ്രശ്നങ്ങൾ അതിലുണ്ട്. ഇതോടെ റിട്ടേണിംഗ് ഓഫീസർ ആശയക്കുഴപ്പത്തിലായി, അദ്ദേഹം സ്തബ്ധനായി. വിപിൻ്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കണോ വേണ്ടയോ എന്ന മട്ടിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മാസ് എൻട്രി. യഥാർത്ഥ കോൺഗ്രസ്സുകാരനായ ഒരു പ്രവർത്തകന്, ഒരു നേതാവിന്, ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു പ്രശ്നം വന്നാൽ ഇടപെടുന്ന ആർജവമുള്ള കോൺഗ്രസിൻ്റെ UDF-ൻ്റെ MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടുന്നനെ മാറി. അദ്ദേഹം നിയമം എന്താണ് എന്ന് BJP-യെയും അവിടെ സംസ്ഥാന ട്രഷറർ കൃഷ്ണകുമാറിനെയും കൃത്യമായി പഠിപ്പിച്ചു. അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസറുടെ മുഖത്ത് നോക്കി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള അയോഗ്യതകളും യോഗ്യതകളും എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. അതനുസരിച്ചാണ് ഈ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിന് പുറത്തുള്ള വിഷയങ്ങൾ ഈ നാമനിർദ്ദേശ പത്രികയുമായി കൂട്ടിക്കെട്ടണ്ട, ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയേ പറ്റൂ, നാമനിർദ്ദേശ പത്രിക വാങ്ങിച്ചേ പറ്റൂ. രാഹുൽ മാങ്കൂട്ടത്തിനൊരു ഫയർ ബ്രാൻഡായി കൃത്യമായി നിയമം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതോടുകൂടി ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലായി. BJP മിണ്ടാതെ നേതാക്കളൊക്കെ സ്കൂട്ടായി. റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക വാങ്ങിച്ചു വെച്ചു. വിപിൻ എന്ന UDF സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഹീറോയിസം മാത്രമല്ല, തനിക്കൊപ്പം നിൽക്കുന്ന പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവിൻ്റെ കരുതലും കരുത്തും സ്നേഹവുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇപ്പോഴും കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കൾ, അവരാരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവരിപ്പോഴും അകാരണമായി പുറത്തു നിർത്തിയിരിക്കുന്നത്. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്നേഹവും ആദരവും ബഹുമാനവും മാത്രം. കോൺഗ്രസ് പ്രവർത്തകർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക്, അനുഭാവികൾക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് അടങ്ങാത്ത ആവേശമാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നതിൽ അവർക്ക് അഭിമാനമാണ്. പല നേതാക്കൾക്കും പാലക്കാട് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള സകലയിടങ്ങളിലും സാധാരണക്കാരായ നേതാക്കൾക്ക്, ജില്ലാ നേതാക്കൾക്ക്, പ്രാദേശിക നേതാക്കൾക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ ഞങ്ങളുടെ നേതാവാണെന്ന് പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷേ ചില സംസ്ഥാന നേതാക്കൾക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരൻ, പുറത്തു നിർത്തപ്പെടേണ്ടവൻ എന്ന ലേബലിൽ അയാളെ നിർത്താനാണ് ഇഷ്ടം. കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ MP, പാലക്കാട് MP മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് കുഴപ്പം? അയാൾ ഞങ്ങളുടെ ഒരുത്തനാണ്, അയാൾ സസ്പെൻഷനിലാണ്, പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ എന്താണ് പ്രശ്നം? അദ്ദേഹം MLA ആയി ഇവിടെ തുടരുന്നതിൽ എന്താണ് പ്രശ്നം? കോൺഗ്രസ്സുകാരോട് സംസാരിക്കുന്നത് എന്താണ് കുഴപ്പമെന്ന് കൃത്യമായി ചോദിച്ചു. എന്ന് മാത്രമല്ല, അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിട്ട് ഇപ്പം എന്തായി?
രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എവിടെ പോയി? ഇങ്ങനെയൊക്കെ ആർജവത്തോടെ ചോദിക്കണമെന്നേ കോൺഗ്രസ് നേതൃത്വം. കാരണം നിങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞത് ഒരു കരുത്തുറ്റ നേതാവിനെയാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കേരളത്തിലെ യുവാക്കളിൽ വലിയൊരു വിഭാഗവും ആരാധിക്കുന്ന ഒരു പവർഫുൾ നേതാവിനെയാണ് നിങ്ങൾ വലിച്ചു താഴെയിട്ടത്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത് പ്രവർത്തകരെയും അനുഭാവികളെയും മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന, നീതിക്ക് വേണ്ടി ഇതുപോലെ വാദിക്കുന്ന, പോരാടുന്ന ഒരു ഗംഭീര നേതാവിനെയാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയും എന്തിനാണ് രാഹുലിനെ പുറത്തു നിർത്തുന്നത്? ഈ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിധത്തിൽ ഇടപെട്ടത്. ഈ ഇടപെടൽ കൊണ്ട് കാര്യമുണ്ടായി. നാമനിർദ്ദേശ പത്രിക വാങ്ങിക്കാതിരുന്ന റിട്ടേണിംഗ് ഓഫീസർ ഈ സംവാദത്തിന് ശേഷം അത് വാങ്ങിച്ചു വെച്ചു. അവിടെ കോൺഗ്രസിന് സുഗമമായി മത്സരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP ഈ സംഭവം ഹൈജാക്ക് ചെയ്ത് സംസാരിക്കാൻ ഒരു നേതാവില്ലാതെ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ അടങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നേനെ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? BJPക്ക് ജയിക്കാനുള്ള സാധ്യത കൂടും. എന്നാലോചിച്ച് നോക്കൂ, പാലക്കാട് നഗരസഭ എന്നത് കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. കാരണം പാലക്കാട് നഗരസഭ BJPയിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ആ സന്ദീപ് വാര്യരുടെയൊക്കെ ഇടപെടലിൻ്റെ ഫലം എന്ന നിലയിൽ പാലക്കാട് BJP തകർന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് വലിയ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ആളുകൾ കടന്നാക്രമണവുമായി രംഗത്ത് വന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. രാഹുൽ തകർത്ത് മുന്നേറുകയാണ്. ഈ മുന്നേറ്റം എന്ന് പറയുന്നത് കോൺഗ്രസിന് മൊത്തത്തിൽ തന്നെ വലിയ ഉണർവ് പാലക്കാട് നൽകുന്നുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത് കോൺഗ്രസ് നേതൃത്വത്തോട്, ഇങ്ങനെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി സജീവമായി ഇടപെടുന്ന രാഹുലിനെ ഇനിയും നിങ്ങൾ പുറത്തു നിർത്തരുത്. ക്ലോസ് നമ്പർ 30 ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകുവാനുള്ള കുടിശ്ശികയിലേക്ക് എഴുതാൻ കഴിയില്ല. ബാങ്കുകൾ, KFC, KSFE മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക റവന്യൂ റിക്കവറി വഴിയാണ് നടത്തുന്നതെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല. അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് നേതൃത്വമുള്ള KSFEയിലെ പിന്നെ നമ്മുടെ ലയബിലിറ്റി പോലും, ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല. ഇനി വക്കീല് വേറെ ഏതെങ്കിലുമൊക്കെ ചട്ടം പറയുന്നുണ്ടെങ്കിൽ, ആ നിയമം പറയുന്നുണ്ടെങ്കിൽ, ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ്. നിങ്ങൾ ജഡ്ജിമാരല്ല, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ്. വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ കിട്ടിയല്ലോ, ഇനി ഞാൻ പറയട്ടെ. ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത, ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിന് പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല. അല്ലെങ്കിൽ നിങ്ങൾ 7/11/2025 ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലറായിട്ട് തേടി വയ്ക്കും. നിങ്ങൾ തേടി ഞങ്ങളത് കേൾക്കാം. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിലയിൽ നിങ്ങൾ 7/11/2025 നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചാർജ് ചെയ്തെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർപ്പ് കൽപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന സ്ക്രൂട്ടിനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഈ പറയുന്ന വാദങ്ങൾ എന്തെങ്കിലും കടന്നുണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെടുന്ന സ്ഥലം കോടതിയാണ്. അതിനാൽ നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിന് പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ കഴിയുകയില്ല. നമ്മുടെ വാദം ഈ സർക്കുലർ ആക്ടിന് വിരുദ്ധം. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കിയത് ഈസ് നോട്ട് ഓൺ അവർ എനി സോർട്ട് ഓഫ് കമ്പൽഷൻ. ഞങ്ങളുടെ കമ്പൽഷനിലല്ല ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയത്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വെർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേസ് വൺ അനദർ കാൻഡിഡേറ്റ്. അതല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു? റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാമായിരുന്നു. ഈ സർക്കുലർ വരുന്നത് ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈൻ അല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക്